സൈനുദ്ദീൻ ഹായ്. ആദ്യം ഹായ് പറഞ്ഞു വരും, പിന്നീട് പൂരത്തെറിയായിരിക്കും വിളിക്കുക. വിജയകുമാർ, താങ്ക് യു. അപ്പോൾ ഇന്ന് എനിക്ക് നരേന്ദ്രമോദിയുടെ മെയിൽ കണ്ടപ്പോഴേക്ക് എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം എത്ര പേർക്ക് ഈ മെയിൽ വന്നിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ഈ കേരളത്തിന്റെ ഏതോ ഒരു മൂലക്കിരിക്കുന്ന എനിക്ക് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മെയിൽ അയക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, ഞാൻ ആ മെയിൽ കണ്ടു കേട്ടോ, കാണിച്ചു തരാം. PM-ന്റെ മെസ്സേജ് ആണ്. ഫോർ യു, എവരി ആക്ഷൻ ഫോർ ഹൗസ് ഷുഡ് സ്ട്രെങ്തൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നോക്കിക്കോ, ഡിയർ ജാമിതാജി എന്നൊക്കെ വിളിച്ചിട്ട്. അപ്പൊ ഞാനങ്ങനെ അന്തം വിട്ട് കേട്ടോ. അയ്യോ, 26th November ഈസ് എ ഡേ ഇമ്മൻസ് പ്രൈഡ് ഫോർ എവരി ഇന്ത്യൻ എന്നൊക്കെ തുടങ്ങുന്നതാണ്. It was on this very day in 1949 that the constituent കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെസ്സേജാണ് കേട്ടോ. അത് വലിയൊരു മെസ്സേജാണ്, ഇതാ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തത് എന്താണെന്ന് അറിയാമോ? മുമ്പ് 2018 ഡിസംബർ ആണെന്ന് തോന്നുന്നു, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട്. ആ സമയത്ത് എന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്ന കുറേ യുവാക്കളും യുവതികളും ഒക്കെ ഉണ്ടായിരുന്നേ. ചോദ്യം ചോദിച്ച് എന്നെ ഒന്ന് മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഉത്തരം മുട്ടിക്കാനും ഒക്കെ ആയിട്ട് കുറെ ആളുകൾ വന്നു. അപ്പൊ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. കാരണം നമുക്കിങ്ങനെ തന്നെ ഒരു പടച്ചോനില്ലാതെ നിൽക്കണമെന്നോ ഇസ്ലാം ഇല്ലാതെ നിരീശ്വരവാദിയായി യുക്തിവാദിയായി തുടരണമെന്നോ ഒന്നും യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ ബോധ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒരു യുവാവ് വന്നിട്ട് നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഫണ്ട് വാങ്ങിയിട്ടാണ് ഇസ്ലാമിനെ ജാമിത വിമർശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടേ വാതോരാതെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഈ മെയിൽ വന്നപ്പോ ഓർത്തത് അതാണ്. ഇത്രയും 140 കോടി ജനങ്ങളില് നമ്മളെയൊക്കെ നരേന്ദ്രമോദിയെ പോലെ ഒരു രാജ്യസ്നേഹിയായ, അതോ അപകടകാരിയായിട്ടുള്ള രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യൻ തിരിച്ചറിയുക എന്ന് പറഞ്ഞാല് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോ ഡിയർ ജാമിതാജി എന്നൊക്കെ പറഞ്ഞിട്ടേ നരേന്ദ്രമോദി മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞാന് താഴെയും നല്ല തറയിലും അല്ലാത്ത രൂപത്തിലായി കേട്ടോ. നോക്കിയപ്പോ വേറെ പലർക്കും ഇതേ മെസ്സേജ് തന്നെ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് എല്ലാരെയും നരേന്ദ്രമോദി അറിയുമെന്ന് മനസ്സിലാക്കിയത്. എന്തായിരുന്നാലും അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുക എന്ന നിലയിൽ എല്ലാവരോടും അറിയിക്കാനുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്, അത് ഇന്നത്തെ അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അദ്ദേഹം അത് പറയാൻ ശ്രമിക്കുന്നെങ്കിൽ അദ്ദേഹം കർത്തവ്യനിരതനാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ പോലെയുള്ള പ്രധാനമന്ത്രിമാരെ ലോക രാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്നത്. ഇവിടത്തെ ചില പാഴുകൾക്കൊന്നും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല, അത് വേറെ. പക്ഷേ നരേന്ദ്രമോദി എന്താണ്, എന്തുകൊണ്ട് നരേന്ദ്രമോദി എന്നതിന് ഇന്ന് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് ഒരു പക്ഷേ എല്ലാവരും ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം നിൽക്കുക എന്നതിനേക്കാൾ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിൽ ആളുകൾ വിശ്വസിക്കുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രാജ്യം എങ്ങനെ പോകുന്നു എന്നതാണല്ലോ പ്രധാനം. ആരുടെ കരങ്ങളിലൂടെയാണ് ഈ രാജ്യം സുലഭമായും സുന്ദരമായും തീവ്രവാദ ഭീകരമുക്തമായും ഈ രാജ്യം എങ്ങനെ പോകുന്നു, അതിൽ നിന്നല്ലേ നമ്മൾ ഈ രാജ്യത്തിന്റെ സുസ്ഥിരത എന്താണ് എന്ന് മനസ്സിലാക്കുക. അനീഷെ, നിന്റെ അമ്മയ്ക്കുള്ള അതേ സാധനം തന്നെയാണ് നരേന്ദ്രമോദിയുടെ അമ്മയ്ക്കുമുള്ളത്. പിന്നെ നരേന്ദ്രമോദിയുടെ അമ്മയുടെ സാധനത്തെ കുറിച്ചിട്ട് മാത്രം നീ എടുത്തു പറയാൻ എന്തിരിക്കുന്നു? നിന്റെ ഉമ്മാക്കില്ലടാ നാറിയത്. ആ നാറിയ ഡാഷിനും വേണ്ടിയിട്ടാണ് നിന്റെ തന്ത വന്നിട്ട് നിന്റെ തള്ളയെ ഉണ്ടാക്കിയത്. ഇവരുടെ വിചാരം
വാപ്പാടെ ഡാഷ്, ഉമ്മാടെ ഡാഷ് എന്നൊക്കെ പറയുമ്പോഴേക്ക് എല്ലാവരും അങ്ങോട്ട് പേടിക്കുമെന്നാ. അതിന് നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് നസീർ പറയുന്നു ബാഡ് കമന്റ് ഇടരുത് എന്ന്. ഇവരൊക്കെ പഠിക്കുന്നതല്ലേ, ഇവർക്ക് പാടാൻ പറ്റൂ. ചെറിയ പ്രായത്തിലെ സ്വന്തം വീടുകളിൽ നിന്ന് എന്താണോ പഠിച്ചത് അത് തന്നെ ഇവിടെയും പറയും. അതുകൊണ്ട് നമുക്ക് വലിയ പുത്തരിയൊന്നുമല്ല, ഇതൊക്കെ കേട്ടൊക്കെ ഏതാണ്ട് നമുക്ക് നല്ല ശീലമാണ്. ഇവരെന്ത് പറയുമെന്നും എന്തുകൊണ്ട് പറയുമെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളതൊന്നും വലിയ കാര്യമാക്കിയൊന്നും കാണുന്നില്ല. എടാ, കിളവികൾക്കും കൂടി ഉള്ളതല്ലടാ ഈ രാജ്യം. നിന്റെ തന്തയും തള്ളയും ഒക്കെ കിളവനും കിളവിയും ഒക്കെ ആയാൽ എന്ത് ചെയ്യൂടെ? എടുത്ത് കിണറ്റ് കയറിയോ? നീ എന്താ പിന്നെ കിളുന്തിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ? അതിനിവിടെ അല്ലല്ലോ വരേണ്ടത്. അല്ല, കിളവി എന്ന് വിളിച്ച ആരടാ കിളവി ആകാത്തത്? ആരടാ കിളവനാകാത്തത്? എല്ലാവർക്കും വയസ്സാവൂടാ. ഞാനതിന് ചെറുപ്പക്കാരിയാണെന്ന് പറഞ്ഞിട്ട് മാറിടം തുടുത്തു വെച്ചിട്ട് ഏവനെങ്കിലും വിളിക്കാൻ വേണ്ടിട്ട് വന്നാണെന്നാണോ നീ വിചാരിച്ചത്? അതിന് നിന്റെ ഉമ്മായെ കണ്ട് നീ വളർന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്. എല്ലാവരും ഈ കാറ്റഗറി ആണെന്ന് ചിന്തിക്കരുത്. വേറൊരുത്തൻ വഴുതനങ്ങയായിട്ട് വന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? മാതൃഭോഗികളാകുന്ന മദ്രസാഭോഗികൾക്ക് നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ട് നിന്നെയൊക്കെ നേരം വെളുപ്പിച്ചിട്ടേ നമ്മളിടും. അതെ, കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ കേൾക്കണ്ട. അതാണ് നസീർ മുഹമ്മദ് പറയുന്നത് പോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക. ഓക്കെ, ശരി ശരി ശരി. BKR പറയുന്നത് ജാമിദ ടീച്ചർ വർഷങ്ങളായി വായിട്ടലച്ചതിന് പ്രയോജനമുണ്ടായി. കുറെ പേർക്കെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞു. ഒരു പഴയ പ്രേക്ഷകൻ. താങ്ക് യു. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ വേണ്ട. അവരെ വന്ന് പൂരത്തെറി പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ മതമര്യാദകൾ എന്താണ് എന്ന് ലോകമറിയും. നമ്മൾ അറിയിച്ചു കൊടുക്കും. നിന്റെയൊക്കെ വീടുകളിലെ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ അറിയിച്ചു കൊടുക്കും. അതാണ്. അപ്പോൾ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിൽ വലിയ ഒരു വിഭാഗം ആളുകൾ മുൻകാലത്ത് ഏറ്റവും കൂടുതൽ ചാനലുകളിൽ വന്നിരുന്ന് നരേന്ദ്രമോദിയെ എതിർത്തിരുന്ന ആളുകൾ പോലും ഇന്ന് മാറിയ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയാണ് ശരി എന്ന് പറയുന്നതിലേക്ക് മാറിയെങ്കിൽ അദ്ദേഹം എന്നെ ആരാണ് ചീത്ത പറയുന്നത് എന്ന് അദ്ദേഹം വിലങ്ങുമെടുത്തവരുടെ പിന്നാലെ പോയില്ല. അവരത് പറഞ്ഞോട്ടെ, അവർക്കത് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാ പറഞ്ഞു. നരേന്ദ്രമോദിയെ കൊല വിളിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇറങ്ങിയ ആർക്കെതിരെയും നരേന്ദ്രമോദി ഒരു നിയമ നടപടികളും സ്വീകരിച്ചിട്ടില്ല. വേറൊരുത്തം വന്നിട്ടുണ്ട്. തലയും മുലയും നോക്കാൻ വേണ്ടി 1 പീസ് ചെല്ല്, ഉമ്മാക്കും ഉണ്ട് വീട്ടില്, പോ. എന്ത് ചെയ്യാനാണെന്ന്? ഇവരോട് ലൈവിൽ വരരുത് എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്നാലും വലിഞ്ഞു കയറി വരും. അനീഷിന്റെ ഉമ്മാക്ക് ശാഖയിൽ റെസ്റ്റ് ഇല്ലാന്ന്. ഓക്കെ, പാപ്പ പോരാത്തോണ്ടായിരിക്കുമല്ലോ മോനെ. വാപ്പ പോരാത്തവനായതുകൊണ്ടായിരിക്കുമല്ലോ ഉമ്മ മറ്റുള്ളിടത്ത് അന്വേഷിച്ചു പോകുന്നത്. അപ്പോ നരേന്ദ്രമോദി മുമ്പ് എത്രമാത്രം നരേന്ദ്രമോദിയെ എതിർത്തിരുന്ന ആളുകളെ കൊണ്ട് പോലും നല്ലതു പറയിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ വളർച്ച, ഈ രാജ്യത്തിന്റെ പുരോഗതി, ഈ രാജ്യത്തിന്റെ വികസനം മാത്രം മതി എന്ന് നരേന്ദ്രമോദി തെളിയിച്ചു. മുമ്പ് ഒരുപാട് നരേന്ദ്രമോദി മുസ്ലിംസിനെ കൈ നീപ്പോൾ അവിടെ ചൊരഞ്ഞാൽ മതി. ചോദ്യമല്ലോ, ഒരു കാര്യമില്ല. ലോക നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റിയ നേതാവ് മോഡിയാണ്. ഏത് ലോക നേതാവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മോഡിക്ക് അവിടെ സീറ്റ് ഉണ്ട്. ഇന്ത്യയെ കളിക്കുമ്പോൾ അത്ര എളുപ്പമല്ല. ഇന്ത്യ സൈന്യം വളരെ പവർഫുൾ ആണ്, ഇന്ത്യ ഗവൺമെന്റ് പവർഫുൾ ആണ്, പോലീസ് പവർഫുൾ ആണ്. ഈ മലയാളികൾ തമിഴ്മാർക്ക് വെച്ച് ബാക്കി എല്ലാവർക്കും ഹിന്ദു എന്നൊരു ഫീൽ ഉണ്ട്. അവന്റെ ചാറ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഓഫീസുകൾ തീരണം, ആളുകൾ ആക്രമിക്കണം, എന്നിട്ട് ഇത് ഇന്റർനാഷണൽ മീഡിയയിൽ എത്തിക്കണം. പിന്നെ അതുപോലെ തന്നെ ബാർബറ ആഡംസ് എന്റെ വന്ന പെണ്ണുങ്ങളാണ്. അങ്ങനെ ആ പെണ്ണുങ്ങൾ പേരും അവിടുത്തെ കൊട്ടാരത്തിലെ ഒരു ചെറുപ്പക്കാരൻ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് നെപ്പോട്ടിസം പോണെ കുട്ടിച്ച് അല്ലെ ആ വേടനെ പല ആളുകളോട് പാട്ടൊക്കെ പാടി
നിന്റെ അച്ഛൻ ഭ്രാന്തി, എന്റെ അമ്മയും ഭ്രാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടും പാടി അത് വലിയ സംഭവം. പക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഗൾഫിലെ രീതിയിൽ പണ്ടേ നമ്മൾ കരുതല്ല, മോഡിയായിട്ടല്ല വന്നത്, ഏറ്റവും അടുത്ത് അവർക്കതൊന്നുമില്ല. ഇവിടെയുള്ള അറിയല്ലോ ഈ തൊട്ടും കണ്ടും ഒക്കെ പ്രവാചകനെ പരമ്പരപ്പെട്ട ആളുകൾ ഹിന്ദുക്കളിലേക്ക് വരണമെന്ന് മോഡി വന്നിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്നോ, നിങ്ങളെ മതം നിങ്ങൾ വിശ്വസിച്ചോ, അതേപറ്റി ആളുകൾ സംസാരിച്ചോ, പക്ഷെ അതിന്റെ ആളുകൾ മതം മാറ്റി ഇങ്ങോട്ട് വന്ന് ഇവിടെ കഷ്ടപ്പാട് രാജ്യം ഉണ്ടാവും, അത് മുതലെടുക്കാൻ പറ്റും എന്നെങ്കിലും വന്നിട്ടുണ്ട്. BJP വന്നിട്ടുണ്ട്. അപ്പം ഒന്ന് എനിക്ക് വായും കൊണ്ട് സുരേഷ് ഗോപിയുടെ സിനിമയും ബാപ്പാന്റെ അതിനുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനൊക്കെ നെക്സലൈറ്റ് ആകുന്നത്. ശരി, ഏതായാലും സുരേഷ് ഗോപിനെ ഞാൻ പറയുകയും ചെയ്തു, നിങ്ങൾ ഒറ്റെടുത്ത് നിങ്ങൾ വാപ്പൻകാരനാണ് ഞാൻ, അപ്പൊ വാപ്പ പറഞ്ഞു തരുന്നത് അല്ല ഇങ്ങനെ. ഇത് ഈ തൊട്ടും നോക്കിയൊക്കെ മുസ്ലിമായ കുറെ ആളുകളുണ്ട്, അവന്മാർക്കാണ് സ്പിരിറ്റ് കൂടുതൽ, ഇസ്ലാമിക് ബ്രദേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഉണ്ട്. ഇതിപ്പം പൊട്ടി തളിക്കാൻ കാരണം എന്താ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് സാഹചര്യം നിങ്ങൾ നോക്കണം. ഇപ്പൊ റഷ്യ, അമേരിക്ക, ഇന്ത്യ ഒരു ട്രയാങ്കിൾ മുമ്പ് ഒരു സ്വപ്നം മാത്രമേ, ഇപ്പൊ അത് യാഥാർത്ഥ്യമായി. റഷ്യ, ഇന്ത്യ, ചൈന. റഷ്യ, ഇന്ത്യ, ചൈന. അപ്പൊ ആ ട്രയാങ്കിൾ യാഥാർത്ഥ്യം ഇതിനെ പൊളിക്കണമെന്ന് വെച്ചാൽ ഇന്ത്യക്ക് അവിടെ താല്പര്യമുണ്ട്, നമ്മളെ സ്വന്തം ആളുകളാണ് ബേസിക്കലി ഹിന്ദുസ്, ബേസിക്കലി അല്ല ഹിന്ദുസ് ആണ്. അപ്പൊ ചില ആളുകൾ അവിടെ അജണ്ടയുടെ ഭാഗമാണ് ഇപ്പൊ ഇതൊക്കെ. ഇപ്പൊ 0.1% ഒരു വിഭാഗം ഉണ്ടാവും അമേരിക്കൻ സാധനം, അത് 100% ആക്കാനുള്ള പരിപാടിയാണ്. ഇവർ എല്ലാവരും 30% മുസ്ലിങ്ങൾ എത്തിയാലോ പ്രശ്നം, 30% അവന്മാരെത്തിയാൽ എന്താ സ്ഥിതി? കൊറിയയിൽ എന്താ സംഭവിച്ചത്, സൗത്ത് കൊറിയയിൽ, ഫിലിപ്പൈൻസ് എന്താ സംഭവിച്ചത്? എല്ലാം കാക്കായ്മ. കാക്കായ്മ മോശക്കാരനല്ല, അതിൽ ഇപ്പൊ ഇല്ല യോഗ്യത. ഗൾഫിലും അറബികളെ പറ്റി അല്ല പറയുന്നത്, മറ്റു സ്ഥലങ്ങളിൽ പുറത്ത് വലിയ കുറയുന്നുള്ളൂ, ഉള്ളിൽ മറ്റേത് പിന്നെ ഓൾറെഡി ആ സാധനം ഉണ്ട്. മുമ്പ് എന്താണോ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞിരുന്നത് ചാനലുകളിൽ വന്നിരുന്നിട്ട് അതിൽ നിന്ന് നേരെ വിപരീതമായി പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി തന്റെ കർമ്മത്തിൽ, തന്റെ ഉത്തരവാദിത്വത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട്, താൻ എന്താണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതുകൊണ്ട് ശത്രുക്കൾക്ക് പോലും മനസ്സിലായി അദ്ദേഹത്തെ എതിർത്തവരെ ഒന്നും അദ്ദേഹം കൊല്ലാനും നിന്നില്ല. അദ്ദേഹം അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ എടുക്കാനോ ഒന്നിനും നിന്നില്ല. മറിച്ച് അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് അതങ്ങനെ ചെയ്തു മുന്നോട്ട് പോയി. അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നരേന്ദ്രമോദിയെ കുറിച്ചിട്ടെ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ വേറെ കുറെ പ്രഭാഷണങ്ങളുണ്ട്. എന്താണ് നരേന്ദ്രമോദിയെ സംരക്ഷിക്കണം എന്നത് ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്വമായി മാറാൻ കാരണം എന്ന് അദ്ദേഹം പറയുന്നു. നരേന്ദ്രമോദിയോട് ചില ആളുകൾക്ക് നഖശിഖാന്തം എതിർപ്പാണ്. എന്തിനാണ് എന്ന് അവർക്കും അറിയത്തില്ല. വെറുതെ എങ്കിലും അങ്ങോട്ട് എതിർക്കുക, അത്ര തന്നെ. അതാ പുതിയ ഒരു സമരഭടൻ, യുദ്ധഭേരി, ഒരു നസീർ മുഹമ്മദ്, ബുദ്ധിമുട്ടാണ്. അല്ലാഹു ആണ് ഹൗ ടു ഹെൽപ്പ് മുസ്ലിംസ് ഔട്ട് ഓഫ് ദി കൾട്ട് ബുദ്ധിമുട്ടാണ്. 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര മത ആശയങ്ങളിൽ നിന്ന് പുറത്തു വരിക എന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലാഹു, അതാണ് ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ ഹൈലൈറ്റ്. സ്ത്രീകളുടെ കക്ഷത്തെ രോമം കണ്ടാൽ പുള്ളിക്കു കുരു പൊട്ടും. സ്ത്രീയുടെ രോമത്തിലാണ് ഇച്ചില. തമിഴ്നാട്ടിലെ മയിലല്ലേ, ആ മയിലിലാണ് അള്ളാഹുവിന്റെ പ്യൂരിറ്റി ഇരിക്കുന്നത്. അതുപോലെ സുനയ്ക്ക് ചുറ്റും മുടിയും കൊടുത്തിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഹാലിളകുന്ന ഒരു മനോരോഗിയായ പിഴച്ചോൻ. ചില രസകരമായിട്ടുള്ള വീഡിയോ ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് ശരിയാണ്. കൃഷ്ണ 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ ആരും പുച്ഛിച്ച് തള്ളണ്ട. ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന സുനയുടെ തുമ്പിലൂടെയാണ്. ബയോളജിക്കലി നമ്മള് ബയോളജിക്കലി പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുവാണല്ലോ. അതുകൊണ്ടാ
മുഹമ്മദ് കബീർ ആദ്യം പോയി നബിക്ക് ഒരു വാപ്പയും ഉണ്ടാക്കും. എനിക്ക് ബയോളജിക്കലി ഒരൊറ്റ തന്തയേ ഉള്ളൂ, ഓൾറെഡി ഉണ്ട്. നമ്മുടെ നബി അണ്ണൻ ഒരു വാപ്പ ഉണ്ടാക്കി കൊണ്ടുപാടാ. അത് കഴിഞ്ഞിട്ടല്ലേ എന്റെ വാപ്പയെ കുറിച്ച് നീ വർറീഡാകുന്നത്. ലോക മനുഷ്യന്റെ മൊത്തം നേതാവായിട്ടുള്ള മാനവരിൽ മനോഹരൻ കുന്നിൻ ചെരിവിലെ ഈത്തപ്പനയ്ക്കൊരു വാപ്പയെ കൊണ്ടുവന്ന് നിർത്തി മാനം രക്ഷിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബാധ്യതയില്ലേ മനുഷ്യ എന്ന് നാളെ പടച്ചോൻ നിങ്ങളോട് ചോദിച്ചങ്ങൾ എന്തോ പറയും. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ പിഴച്ചോന്റെ അടിമയായിട്ടുള്ള നമ്മുടെ മമതണ്ണനെ ഒരു മര്യാദയ്ക്കുള്ള ഒരു വാപ്പയെ മനസ്സാവാചാ കർമ്മണ ഈ പിതൃത്വത്തെ സംബന്ധിച്ച് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് വാപ്പയാണെന്ന് പറഞ്ഞ് ഇത്രയും കാലവും പറ്റിച്ചില്ലേ, ഇനിയും പറ്റിക്കല്ലേ. അതുകൊണ്ട് സ്ത്രീയുടെ രഹസ്യ ഭാഗത്തെ രോമം കണ്ടാൽ ഹാലിളകുന്ന പിഴച്ചോൻ ഹൂറികൾക്കതില്ലേ? ഹൂറികൾ സ്ത്രീകളല്ലേ? അല്ല, അവർക്ക് മലമൂത്ര വിസർജനമില്ല, ആർത്തവമില്ല, പ്രസവമില്ല, പക്ഷേ മാറുമുണ്ട്, മോറുമുണ്ട്, ഡാഷുമുണ്ട്, ഇതൊന്നുമില്ല. വിയർപ്പില്ല, തുപ്പലില്ല. എന്നിട്ടല്ലേ മറ്റേ ഉസ്താദ് പറഞ്ഞത്, ഊറി സ്വർഗത്തിലേക്ക് എങ്ങാനും ഒന്ന് തുപ്പിയാൽ, ഊറി കടലിലേക്ക് എങ്ങാനും ഒന്ന് തൂറിയാൽ ആ കടലിലെ മത്സ്യം മുഴുവനും ചത്തു പൊങ്ങുന്നതാ. ഉസ്താദ് പ്രസംഗിച്ചത് കേട്ടില്ലേ? ആദ്യം സ്ത്രീയുടെ രഹസ്യ ഭാഗത്തെ രോമം കണ്ടാൽ ഹാലിളകുന്ന ഒരു പടച്ചോൻ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് പടച്ചോൻ ഹാലിളക്കം എന്നറിയട്ടെ? ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, നീയൊക്കെ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. ഈ മതം മാനവികമാണെന്നല്ലേ? സ്വപ്നത്തിൽ കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പരിശോധിക്കാം. നമ്മള് സ്വപ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു. ഗുഹ്യരോമം നീക്കുക, കണ്ണിൽ സുറുമയിടുക, മീശ വെട്ടുക, ഈ പ്രവർത്തനങ്ങളൊക്കെ സുന്നത്തും ഈ പറഞ്ഞ ഇസ്ലാമില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും ഗുഹ്യഭാഗത്തെ രോമം വെട്ടുമായിരുന്നോ? കക്ഷത്തെ രോമം വടിച്ച് കളയുമായിരുന്നോ? തലമുടി വെട്ടുമായിരുന്നോ? സുറുമയിടുമായിരുന്നോ? പടച്ചോൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഭാര്യയും ഭർത്താവും പരസ്പരം ബന്ധപ്പെടുക പോലും ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ടല്ലേ മലർത്തി കിടത്തിയോ, ചരിച്ചു കിടത്തിയോ, നിർത്തിയോ, നീ കുനിച്ചു നിർത്തിയോ ഒക്കെ ഇങ്ങനെയാണ് പണിയേണ്ടതെന്ന് നമ്മുടെ മാനവരിൽ മനോഹരൻ പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മനുഷ്യ സമൂഹം തന്നെ അന്യം നിന്ന് പോകത്തില്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നബി എങ്ങനെ ഉണ്ടായി എന്നതൊരു ചോദ്യമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, അങ്ങോട്ട് പണയും, അത് വിഴുങ്ങിയാ മതി. അപ്പോൾ ഉസ്താദ് പറയട്ടെ. ഉസ്താദിന് ചില കാര്യങ്ങളെ കുറിച്ച് നല്ല അവഗാഹമുണ്ട്. ഉസ്താദേ പറയൂ, ഞങ്ങൾ ഗുഹ്യഭാഗത്തെ രോമമൊന്ന് കളയട്ടെ. ഉസ്താദ് പറയും. ഇടവിട്ടുള്ള ദിവസങ്ങളുടെ സമയങ്ങളിൽ എണ്ണ തേക്കുക, കക്ഷരോമം നീക്കുക, ഗുഹ്യരോമം നീക്കുക, കണ്ണിൽ സുറുമയിടുക, മീശ വെട്ടുക, ഈ പ്രവർത്തനങ്ങളൊക്കെ സുന്നത്തും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ ആവശ്യമായ സമയത്തെ തൊട്ട് പിന്തിക്കൽ കറാഹത്തും 40 ദിവസത്തെ തൊട്ട് പിന്തിക്കൽ വെറുക്കപ്പെട്ടത്. അതായത് എത്ര ദിവസത്തിനകം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് മഹത്തായ ശിക്ഷയുണ്ട് കേട്ടോ. അപ്പൊ ഇവര് വെട്ടിയോ കളഞ്ഞോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പടച്ചോൻ മലക്കുകളെ കൊണ്ട് നോക്കിപ്പിച്ചിട്ട് പിന്നീട് പറയിപ്പിക്കലാണോ, അതോ അള്ളാഹു തന്നെ തുണി പൊക്കി നോക്കലാണോ? അല്ല, മറിയമിനെയൊക്കെ തുണി പൊക്കി ഊതിയത് പടച്ചോനാണല്ലോ ചോദിച്ചു. ശക്തമായ കറാഹത്തുമാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? മീശയും കക്ഷരോമവും ഗുഹ്യരോമങ്ങളും ഒക്കെ സ്ത്രീയും പുരുഷനും ഏത് രൂപത്തിലാണ് നീക്കം ചെയ്യേണ്ടത്? ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ, ദുനിയാവിലും ആഖിറത്തിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല കക്ഷത്തും ഗുഹ്യഭാഗത്തും ഒന്നും രോമം തരാതെ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ ഇത് വടിച്ചു കളയണമായിരുന്നോ? നമുക്ക് നന്മ പ്രദാനം ചെയ്യട്ടെ. നഖം മുറിക്കുക, മീശ വെട്ടുക, കക്ഷരോമങ്ങളും ഗുഹ്യരോമങ്ങളും നീക്കം ചെയ്യുക, കണ്ണിൽ സുറുമ ധരിക്കുക,
എണ്ണ തേക്കുക, ഈ പ്രവർത്തനങ്ങളൊക്കെ പല ആളുകളും ചെയ്തു പോരാറുണ്ട്. എണ്ണ പല മുഖ്യം. ആളുകളും ഇതിൽ ചില പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തു പോരാറുണ്ട്. എന്നാൽ ഇടവിട്ട സമയങ്ങളിൽ ഇടയ്ക്കിടെ ആവശ്യമുണ്ടാകുമ്പോഴെല്ലാം എണ്ണ തേക്കൽ സുന്നത്താണ്. നമ്മുടെ തലകളിലും മറ്റു ശരീരഭാഗം. അതുകൊണ്ടാണ് മദ്രസകൾക്ക് സമീപം വെളിച്ചെണ്ണ കമ്പനികൾ തുടങ്ങണം എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചിട്ട് പോയത്. ിലുമൊക്കെ എണ്ണ തേക്കൽ സുന്നത്താണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ സുന്നത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ആവശ്യമായി വരുന്ന ഇടവിട്ട സമയങ്ങളിൽ സുറുമ ഇടൽ സുന്നത്താണ്. 2 കണ്ണുകളിലും സുറുമ ഇടൽ സുന്നത്ത് തന്നെയാണ്. പക്ഷേ ഉസ്താദുമാരെ ഇടവിട്ടുള്ള സമയങ്ങളിൽ പാരച്യൂട്ട് എടുത്താണ് പ്രയോഗിക്കാറുള്ളത് മദ്രസയിലെ. എന്നാൽ ഇവിടെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവർ പുറത്തേക്ക് പോകുന്ന സമയത്തോ വല്ല ഫംഗ്ഷന് പോകുന്ന സമയങ്ങളിലോ അല്ല അവർ സുറുമ ധരിക്കേണ്ടത്. അവരുടെ ഭർത്താവിന്റെ മുമ്പിൽ ഭംഗിയാവാൻ വേണ്ടിക്കൊണ്ട് അവരുടെ വീടിന്റെ അകത്തളങ്ങളിലാണ് അവർ സുറുമയിട്ട് ഭംഗിയാവേണ്ടത്. അതുപോലെ തന്നെ ഇടവിട്ട സമയങ്ങളിൽ ആവശ്യമായി വരുമ്പോഴെല്ലാം മീശ വെട്ടലും സുന്നത്താണ്. മീശ വെട്ടുന്ന സമയത്ത് മേലെ ചുണ്ടിന്റെ ചുവപ്പ് വെളിവാകുന്ന രൂപത്തിലാണ് മീശ മുറിക്കേണ്ടത്. അതിനേക്കാൾ കൂടുതലാക്കാൻ പാടില്ല. അതുപോലെ മീശയെ കൊമ്പൻ മീശയാക്കുന്ന രീതി, മീശയെ കൂർപ്പിച്ചുകൊണ്ട് പിരിച്ചു വെച്ചുകൊണ്ടൊക്കെ കൊമ്പൻ മീശ പോലെ ആക്കുന്ന രീതി, ഈ രീതി അനുവദനീയ. നബിക്ക് മീശ ഇല്ലായിരുന്നു തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് വേറെ ആരും അത്ര സുഖത്തിൽ കൊമ്പൻ മീശ ഒതുക്കെ വെച്ചിട്ട് പൗരുഷത്തിന്റെ അടയാളമായിട്ട് നടക്കണ്ടെന്ന് വിചാരിച്ചപ്പോ നബി പറഞ്ഞു, ആരും ഇനി പിടിക്കണ്ട, ആരും ഇനി ആണെങ്കിലും കറാഹത്താണ്. അതുപോലെ തന്നെ ആവശ്യമായി വരുന്ന സമയങ്ങളിലൊക്കെ നഖം മുറിക്കലും സുന്നത്താണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ നബി പറഞ്ഞു തന്നിട്ടില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും നഖം മുറിക്കുമായിരുന്നോ? ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ചാൽ മതി. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ച പ്രഭാതത്തിലോ തിങ്കളാഴ്ചയോ ആണ് നഖം മുറിക്കൽ കൂടുതൽ സുന്നത്തുള്ളത്. ഇടവിട്ട ആവശ്യമായി വരുന്ന സമയങ്ങളിലൊക്കെ നഖം മുറിക്കലും സുന്നത്താണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ച പ്രഭാതത്തിലോ തിങ്കളാഴ്ചയോ ആണ് നഖം മുറിക്കൽ കൂടുതൽ സുന്നത്ത്. വ്യാഴം, വെള്ളി, തിങ്കൾ അല്ലാത്ത ദിവസങ്ങളിൽ എങ്ങാനും നഖം മുറിച്ചാലുണ്ടല്ലോ, പഠിച്ചോൻ ഓർത്ത് വെച്ചോ. ഇടവിട്ട സമയങ്ങളിലൊക്കെ ആവശ്യമായി വരുമ്പോ കക്ഷരോമം നീക്കം ചെയ്യൽ സുന്നത്താണ്. കക്ഷരോമം വടിച്ചു കളയുന്നതിനേക്കാൾ നല്ലത് അത് പറിച്ചെടുക്കലാണ്. പറിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് എന്തുവാ കക്ഷരോമം പറിച്ചെടുക്കണമെന്നോ? എന്നാ പിന്നെ എല്ലായിടത്തെ രോമവും പറിച്ചെടുത്താ പോരെ? അയ്യോ, എന്ത് സൈസുകളാണ് ഇതൊക്കെ. പറിച്ചെടുക്കാം, അല്ലെങ്കിൽ പറിച്ചെടുക്കാൻ ഉതകുന്ന വേറെ വല്ല ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടും പറിച്ചെടുക്കാം. ആദ്യം മുതൽക്ക് തന്നെ പറിച്ച് ശീലിച്ചവർക്ക് അതൊരു പ്രയാസം ഉണ്ടാകില്ല. അവർക്ക് പറിച്ചെടുക്കൽ തന്നെയാകും എളുപ്പം. എന്നാൽ അതിനെ വടിച്ചു കളഞ്ഞ ശീലമുള്ളവർക്ക് പറിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. ഇനി ബുദ്ധിമുട്ടാണ് എങ്കിൽ വടിച്ചും കളയാവുന്നതാണ്. ഇനി മറ്റൊന്നാണ് ഇടവിട്ട സമയങ്ങളിലൊക്കെ ആവശ്യമായി വരുമ്പോ മനുഷ്യരുടെ ഗുഹ്യരോമം നീക്കം ചെയ്യൽ. ഈ ഗുഹ്യരോമം കളയുന്നതിൽ പുരുഷന് ഉത്തമം നാം ഇടവിട്ട് ആവശ്യമായി വരുന്ന സമയത്തോ ചെയ്യാറുള്ളത് പോലെ തന്നെ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ടോ മറ്റോ അത് നീക്കം ചെയ്യൽ തന്നെയാണ്. എന്നാൽ സ്ത്രീകൾക്ക് ഇവിടെ നാം നേരത്തെ പറഞ്ഞതുപോലെ പറിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് അവർക്ക് ഉത്തമം. പറിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ് എങ്കിൽ അല്ല, പുരുഷന്മാര് ഗുഹ്യഭാഗത്തെ രോമം വടിച്ചെടുത്താൽ മതി അല്ലേ? സ്ത്രീകള് പറിച്ചെടുക്കണം. പെണ്ണുങ്ങളെ കേട്ടല്ലോ അല്ലേ? ഈ മതത്തിനകത്ത് നിന്നിട്ട് വളരെ കൃത്യമായിട്ട് ഈ മതത്തിന്റെ ശാസനകൾ അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. നോക്കിക്കോ, ടോയ്ലറ്റിൽ പോകുന്നതിന് ഉണ്ട് മുക്കരുത്. ടോയ്ലറ്റിൽ പോകാം, തുണി മൊത്തവും ഊരരുത്. നിക്കറിന്റെ താഴെ ഒരു വലിയ തുളയിടണം. എന്നിട്ട് വേണം അതിനകത്തിരുന്ന് തൂറാൻ പോകാൻ. മൂത്രമൊഴിക്കാനാണെങ്കിലും അതുപോലെ നിക്കറിന്റെ മുമ്പിൽ ഒരു തുളയിടണം. നിക്കർ ഇടുന്നവർക്ക്, അല്ലാത്തവർക്ക് ലങ്കോട്ടിയുള്ളവർക്ക് കുഴപ്പമില്ല. തൂറാൻ പോകുമ്പോ എന്തെല്ലാം നിയമങ്ങളുണ്ട് എന്നാ. ഇടത് ഭാഗത്തോട് ചേർന്നിരിക്കണം. വലതു ഭാഗത്തിരുന്ന് മുക്കരുത്. വലതു തോളിലിരിക്കുന്ന മലക്കിന് ഭാരം കൂടും. പിന്നെ മുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അപ്പുറത്തും ഇപ്പുറത്തും ആളുകളുണ്ടോ എന്ന് കൂടി നോക്കണം. അവർക്കും സാധാരണ പോലെ തന്നെ നീക്കം ചെയ്യാവുന്നതാണ്. നാം ഇവിടെ വിവരിച്ച കാര്യങ്ങളൊക്കെ ആവശ്യമായി വരുന്ന സമയത്ത് ചെയ്യാതിരിക്കൽ കറാഹത്താണ്. നഖം വളരും പോലെ, രോമങ്ങളും മറ്റുമൊക്കെ വളർന്നു വരും പോലെ ഇത്തരത്തിൽ ഓരോന്നും നീക്കം ചെയ്യൽ ആവശ്യമായി വരുന്ന സമയത്ത് അത് നീക്കം ചെയ്യുക തന്നെ വേണം.
നാം ഇവിടെ വിവരിച്ച ഈ കാര്യങ്ങളൊക്കെ 40 ദിവസത്തിനേക്കാൾ പിന്തിപ്പിക്കൽ, അതായത് നഖമാണെങ്കിലും മറ്റു രോമങ്ങളാണെങ്കിലും എണ്ണ പൂശലാണെങ്കിലും ഒക്കെ 40 ദിവസമായിട്ടും ചെയ്യാതെ ഈ 40 ദിവസത്തിനേക്കാൾ പിന്തിപ്പിക്കൽ അത് ശക്തമായ കറാഹത്താണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പ്രത്യേകം വിവരിച്ചിട്ടുണ്ട്. ഈ വിഷയം ബുശ്റൽ കരീമിൽ 1-ാം ഭാഗം 190-ാമത്തെ പേജിൽ പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നാം നമസ്കരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് ഖുർആനിലില്ല. നോമ്പ് പിടിച്ചാൽ, സകാത്ത് കൊടുത്താൽ, ഹജ്ജ് ചെയ്താൽ, ഇതിൽ ഒന്നിനെ കുറിച്ചിട്ട് പോട്ടെ, നമസ്കാരം എത്ര സമയം, എത്ര റക്അത്ത്, എങ്ങനെ, ആര്, എപ്പോൾ, എത്ര ചെയ്യണം എന്ന് പറയാത്ത പ്രവാചകൻ സ്ത്രീകൾ ഗുഹ്യഭാഗത്തെ രോമം 40 ദിവസത്തിൽ ഒരിക്കൽ കളഞ്ഞിട്ടില്ലെങ്കിൽ പടച്ചോൻ അവിടെ ഇരുന്ന് വെറുക്കുമെന്ന് പറയാൻ മറന്നില്ല. അതുപോലെ ഷേവിംഗ് സെറ്റ് ഒന്നും ഉപയോഗിച്ചിട്ട് ഗുഹ്യഭാഗത്തെ രോമം പെണ്ണുങ്ങൾ കളയരുത്, അത് പറിച്ചെടുക്കണം. പ്രവാചകൻ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ മുസ്ലിം സ്ത്രീകൾ എന്തോ ചെയ്യുമായിരുന്നു. ഈ നിയമം അനുസരിച്ച് കുനിഞ്ഞിരുന്ന് പറിക്കുന്ന പെണ്ണുങ്ങൾ എത്രയായിരിക്കും ഉസ്താദേ? ഇവനൊന്നും വേറെ തൊഴിലൊന്നുമില്ലേ എന്ന് ചോദിക്കരുത്. ഇവന്റെയൊക്കെ തൊഴില് ഇതാണ്, ഫ്രസ്ട്രേഷൻ. ഇവിടെ ഈ പറഞ്ഞ സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ചെയ്തു വരാറുള്ള കാര്യങ്ങളാണെങ്കിലും ഈ നിയ്യത്തോടു കൂടി തന്നെ ഇത് പ്രവർത്തിക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുക. ആഹാ, എന്ത് നല്ല സുന്നത്തുകൾ! ഇത്രയും നല്ല സുന്നത്തുകളൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരണമെങ്കിൽ പ്രവാചകൻ തന്നെ വേണം. തുളസിത്തറയിലെ നമുക്ക് എടുക്കാം ബാബു. അതുകൊണ്ടാണ് തുളസിത്തറയിൽ പറിച്ചിട്ടത്, മനസ്സിലായില്ലേ? ഇത് മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരുപാട് വിഷയങ്ങള് പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മുസ്ലിം സ്ത്രീകൾ എന്തോ ചെയ്തേനെ. ഇനിയും പുരുഷന്മാരുടെ ചില സ്വപ്നങ്ങൾ ഉണ്ടല്ലോ, ചില രസകരമായിട്ടുള്ള സ്വപ്നങ്ങൾ പുരുഷന്മാര് കാണും. അയ്യോ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കുമോ, ഇങ്ങനെയൊക്കെ പുരുഷന്മാര് സ്വപ്നം കാണുമോ എന്നൊന്നും പറയരുത്, എന്നൊന്നും ചോദിക്കരുത്. ഇസ്ലാമില് ഇങ്ങനെ കുറെ രസകരമായിട്ടുള്ള കളികളും കുളികളും ഇങ്ങനെ സെക്സ് പറഞ്ഞ് സുഖിക്കുന്ന ചില മാനസിക രോഗികളായിട്ടുള്ള ഉസ്താദുമാരും അത് കേട്ടാസ്വദിക്കുന്ന മാനസിക രോഗികളായിട്ടുള്ള കൗമുമുണ്ട്, സമുദായം. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് ശരി, നമുക്കത് മനസ്സിലാക്കാം. ഇന്ന് ഇത് നമ്മൾ പഠിക്കേണ്ടത്, അതാ കൃഷ്ണൻ ചോദിക്കുന്ന, പഴയ കാലത്തെ ആളുകളെ പഠിപ്പിച്ചിരുന്ന വിദ്യാഭ്യാസമായിരുന്നു ഗ്രന്ഥം. അത് ഇന്ന് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യക്കാരുണ്ടെങ്കിൽ പഠിച്ചാൽ മതി, ഇപ്പോൾ അതിന്റെ ആവശ്യമുണ്ടോ എന്നറിയില്ല എന്നതാണ് ഉത്തരമെന്ന്. ഇരുന്ന് മുക്കി നിന്ന് മുക്കി 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 ലോകം ഒരു വഴിക്കായി. അതെ നിഷാദെ, ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ മൈക്കുവെച്ച് സ്റ്റേജ് കെട്ടി പബ്ലിക്കിലിരുന്ന് സ്ത്രീകളുടെ ഗുഹ്യരോമം പറിച്ച് കളയണമെന്നും പുരുഷന്മാർ ഷേവിംഗ് സെറ്റ് ഉപയോഗിച്ച് ചെയ്താൽ മതിയെന്നും സ്ത്രീകളുടെ കക്ഷരോമം കണ്ടാൽ അള്ളാഹു കറാഹത്താക്കിയിട്ടുണ്ട്, വെറുക്കപ്പെട്ടതാണെന്നുമൊക്കെ പബ്ലിക്കിന്റെ മുമ്പിൽ ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്ന ഈ നാറികളെ പിടിച്ചു നിർത്തി അടി കൊടുക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതൊക്കെ മതഗ്രന്ഥത്തിലുള്ളത് കൊണ്ടാണ്. പോപ്പുലർ ഫ്രണ്ടുകാരെ ആരും എന്താ മാറ്റി നിർത്താത്തത്? അവരെ പ്രാവർത്തികമാക്കുന്നതെല്ലാം താലിബാനി നിയമങ്ങളാ. ശരി, നമുക്കിനിയും മധുരതരമായിട്ടുള്ള ഒരു മുറിയൻ യോനി സ്വപ്നം കാണാം. ഒരു സ്ത്രീയുടെ ഗുഹ്യസ്ഥാനം സ്വപ്നത്തിൽ കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് പരിശോധിക്കാം. ഒരു പുരുഷൻ തനിക്ക് സ്ത്രീകളുടേതുപോലെയുള്ള ഒരു ലൈംഗികാവയവമാണ് ഉള്ളത് എന്ന് ഒരു പുരുഷൻ സ്വപ്നത്തിൽ കണ്ടാൽ ഈ സ്വപ്നം കണ്ട വ്യക്തി നിന്ദ്യനും ശക്തിയില്ലാത്തവനുമായി തീരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ താനുമായി ലൈംഗിക വീഴ്ച നടത്തിയെന്ന് ഒരാളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ഇദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും.
അല്ലാഹു സ്വപ്ന വ്യാഖ്യാനം. സ്വപ്ന വ്യാഖ്യാനം ഇസ്ലാമിക്. ഇവരെ ഞാനിതൊക്കെ ഉണ്ടാക്കി പറയുവാണെന്ന് പറയുന്നേ. കണ്ടില്ലേ? സ്വപ്ന വ്യാഖ്യാനം അല്ലാഹു എന്നാണ് ഈ എഴുതിയേക്കുന്ന പ്രൊഫൈലിലുള്ളത്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? സ്ത്രീയുടെ ഗുഹ്യഭാഗം എല്ലാം ഉസ്താദ് കിടക്ക സ്വപ്നം കണ്ടാൽ, തൊപ്പി സ്വപ്നം കണ്ടാൽ, സിഹിർ, കൂടോത്രം, വിവാഹബന്ധം തകരാൻ, മോതിരം സ്വപ്നം കണ്ടാൽ, മരുന്ന് സ്വപ്നം കണ്ടാൽ, ഉറവ് സ്വപ്നം കണ്ടാൽ, ഭർത്താവിനെ ആകർഷിക്കാൻ ചെയ്യേണ്ടുന്ന സിമ്പിൾ കാര്യങ്ങൾ, മൂക്ക് സ്വപ്നം കണ്ടാൽ, വഴി സ്വപ്നം കണ്ടാൽ, സിഹിർ, കൂടോത്രം,